ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. എക്സസൈസ് 2.1 തന്നെ ഷെയ്ഡ് ചെയ്യാനാണ്. 1/2 ഓഫ് സർക്കിൾസ് ഇൻ ബോക്സ് എ. ബോക്സ് എയിലുള്ള സർക്കിൾസിന്റെ 1/2 ഭാഗം ഷെയ്ഡ് ചെയ്യാനും 2/3 ഓഫ് ട്രയാങ്കിൾസ് ഇൻ ബോക്സ് ബി. ബോക്സ് ബിയിലുള്ള ട്രയാങ്കിൾസിന് 2/3 ഭാഗം പാർട്ട് ഷെയ്ഡ് ചെയ്യണം. ഈ സ്ക്വയറിലുള്ള സ്ക്വയറിലുള്ളതിന്റെ 3/5 ഓഫ് സ്ക്വയേഴ്സ് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 1/2 ഓഫ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. 1/2 ഓഫ് സർക്കിൾസ്. എത്ര സർക്കിൾ ഉണ്ടെന്ന് എണ്ണി എടുക്കണം. 1 2 3 4 5 6 7 8 9 10 11 12. എത്രയുണ്ട്? അപ്പൊ സർക്കിൾസിന്റെ 1/2 ഓഫ്. അപ്പത്തേക്കും 1/2 ഓഫ് 12. നമുക്ക് 1/2 ഓഫ് 12 കാണാം. 1/2 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 12. മൾട്ടിപ്ലിക്കേഷൻ ന്യൂമറേറ്റർ തമ്മിൽ 1 × 12 12, 2 × 1 2. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര എണ്ണമാണ്? 6. അങ്ങനെ ചെയ്യാമല്ലോ. ഇവിടെ വെച്ച് തന്നെ നേരെ ക്യാൻസൽ ചെയ്യാമായിരുന്നു. 2ഉം 12ഉം കൂടെ 6 ഒന്ന് 1 × 6 6 ഒന്നും അങ്ങനെ വേണേൽ ചെയ്യാം. ഇഷ്ടമുള്ളവരെ ചെയ്യാം. അപ്പൊ 6 കിട്ടി. അപ്പൊ ഇതിനകത്തെ എത്ര നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം? 6 സർക്കിള് ഷെയ്ഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. മനസ്സിലായോ? ഓക്കെ. സെക്കൻഡ് വൺ ചെയ്യാം. 2/3 ഓഫ് ട്രയാങ്കിൾസ് ഇൻ ബോക്സ് ബി. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? 2/3 ഓഫ് ട്രയാങ്കിൾസ് ഇൻ ബോക്സ്. എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. 2/3 ഓഫ് 9 എങ്ങനെ ചെയ്യും? 2/3 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 9. നമ്മൾ അത് ഹോൾ നമ്പർ ആണ് 1 ഇട്ട് കൊടുത്തു. എങ്ങനെ ചെയ്യാൻ നോക്കിയാൽ 3ഉം 9ഉം മൾട്ടിപ്പിൾസാ. ന്യൂമറേറ്ററിൽ കിടക്കുന്ന 9ഉം ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 3ഉം മൾട്ടിപ്പിൾസാ. അപ്പൊ അവരെ ഡിവൈഡ് ചെയ്യാം. 1 × 3 ആണ് 3. 3 × 3 ആണ് 9. ഇനി ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് 2 × 3 6. 1 × 1 അങ്ങനെ 6 എന്ന് വേണേൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? 2/3 × 9/1 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരിട്ട്. 9 × 2 18. 1 × 3 3. 3യുടെ 6 × 3 ആണ് 8. അങ്ങനെ ഡിവൈഡ് ചെയ്ത് എങ്ങനെ ചെയ്താലും ആൻസർ 6. അപ്പൊ ഇതിനകത്ത് എത്ര എണ്ണം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം? 6 എണ്ണം ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? അപ്പൊ അത് നമ്മള് 6 എണ്ണം ഷെയ്ഡ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. തേർഡ് വൺ. അത് ഇതുപോലെ തന്നെ. എന്താ പറഞ്ഞേക്കുന്നത്? 3/5 ഓഫ് എത്രയുണ്ട്? സ്ക്വയേഴ്സ്. എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 3 4 5 15 ഉണ്ട് അല്ലേ? 3/5 ഓഫ് 15 അല്ലേ? 15. ഓക്കെ. അപ്പൊ നമ്മൾ തന്നെ എഴുതും 3/5 ഇൻറ്റു ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 15. മുമ്പേ ചെയ്ത പോലെ 1 ഇട്ട് കൊടുത്തു. നോക്കിയാൽ 5ഉം 15ഉം മൾട്ടിപ്പിൾസ് ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ രണ്ടിനെ. 1 × 5 5. 5 × 3 15 ആണ്. ന്യൂമറേറ്റർ തമ്മിൽ 3 × 3 9. 1 × 1 അങ്ങനെ ആൻസർ എഴുതാൻ 9 ആണ്. അല്ലെങ്കിൽ ഒന്നിൽ ഇങ്ങനെ ഞാൻ രണ്ട് രീതിയിൽ നിങ്ങളെ ചെയ്ത് കാണിക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ. അതിനു വേണ്ടിയാണ് 15/1. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ. 15 × 3 എത്രയാണ്? 45. 1 × 5 എത്രയാ? 5. 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 9. സെയിം ആൻസർ. അപ്പൊ ഇത് 9 എണ്ണം നമുക്ക് ഷെയ്ഡ് ചെയ്താലോ? 1 2 3 4 5 6 7 8 9. സിമ്പിൾ അല്ലേ മക്കളെ? എളുപ്പമുള്ളതാണ്. ഇത് ആ ഓഫ് വെച്ചിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യാനൊക്കെ ചോദിക്കുന്നതാണ്. എക്സാമിന് ഇങ്ങനത്തെ ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഷെയ്ഡൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സമയം പോകും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓഫ് വെച്ച് എന്തായാലും വരും. ഒരു വേർഡ് പ്രോബ്ലം കാണും. ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ഓഫ് തന്നിട്ട് നിങ്ങൾ അത് മൾട്ടിപ്ലൈ ഓഫ് എന്ന് തന്നാൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനാണ്. മനസ്സിലായി? നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈസിയായിട്ട്, എനിക്കറിയാം എൻ്റെ മക്കളെല്ലാവരും ഈസിയായിട്ട് ഓഫ് എന്ന് കണ്ടാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമെന്ന് എനിക്കറിയാം. ഓക്കെ മക്കളെ, ചെയ്ത് നോക്കണം. ഓക്കെ, ഓരോന്നും ചെയ്ത് നോക്കണം. പടമൊന്നും വരച്ച് ചെയ്തില്ലെങ്കിലും ഈ 1/2 ഓഫ്
സർക്കിൾ പറയുമ്പോൾ എത്ര സർക്കിൾ ഒന്ന് എണ്ണി നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യണം, ചെയ്യാതെ വിടല്ല പ്ലീസ്. ഓക്കെ, എൻ്റെ റിക്വസ്റ്റാണ്. കാരണം നിങ്ങൾ എന്നാലേ പഠിക്കത്തുള്ളൂ മക്കളെ, അതുകൊണ്ടാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യണം കേട്ടോ മക്കളെ. താങ്ക് യു.